സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്ക് ആത്മപ്രകാശനത്തിനുള്ള ഒരു വേദിയാണ്. ഒരു പത്രാധിപരെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം വാളുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ കവിത പ്രസിദ്ധീകരിക്കാം, നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാം. ഇതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇപ്പോൾ ആരും പ്രിൻറ്റ് മീഡിയയിലുള്ള വീക്കിലികളൊക്കെ വാങ്ങുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ മാക്സ്റ്ററൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വീക്കിലികൾ വാങ്ങി വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറാൻ മടിയുള്ളവർ മാത്രമേ ഇപ്പോഴും വീക്കിലി വായിക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. കൂടുതലും സോഷ്യൽ മീഡിയ തന്നെ വായിച്ചിട്ടാണ്. എൻ്റെ കവിതയൊന്നും മാതൃഭൂമിയിലോ എവിടെയെങ്കിലും വരുമ്പോൾ ആരും വായിച്ചായിട്ടൊന്നും പറയാറില്ല, ഒരിക്കലും പറയാറില്ല. പക്ഷേ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യും, കൊള്ളാമെന്ന് പറയും. അപ്പോൾ അത് വായിച്ചിട്ടുണ്ടാവില്ല, സംശയമില്ല, വളരെ കുറച്ച് പേരെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. കവിത അവരത് എവിടെ വന്നാലും ഫേസ്ബുക്കിൽ ഇട്ടാലും ഇല്ലെങ്കിലും വായിക്കുന്നവർ തന്നെയാവും, അല്ലാതെ വായിക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്നാൽ പോലും ഈ കാണപ്പെടൽ, നമ്മൾ വിസിബിൾ ആവുന്നു എന്നുള്ളൊരു സന്തോഷം മനുഷ്യർക്കെല്ലാം ഉള്ളതാണ്. അതുണ്ടാവും, നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു കവിത കൊള്ളാമെന്ന് പറയുമ്പോൾ ആൾക്കാർ അതിന് 2 ഹാർട്ട് തരുമ്പോൾ നമുക്ക് ഈ ഹൃദയങ്ങൾ എത്ര കിട്ടിയാലും മതി വരാത്തവരാണ് നമ്മൾ മനുഷ്യർ. അപ്പം നമുക്ക് അത് സന്തോഷമാണ്. പക്ഷേ ഇതിൽ വലിയ അപകടങ്ങളും ഉണ്ട്. ഒരുപാട് കവികളുടെ എൻ്റെ നമ്മുടെ കഴിഞ്ഞ വർഷം മലയാള മനോരമ വാർഷിക പതിപ്പിൽ വന്ന പേൻകൊല്ലി എന്ന് പറഞ്ഞൊരു കവിത, അത് ഞാൻ ഫേസ്ബുക്കിലിട്ട സമയത്ത് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇത് വേറൊരു ഗ്രൂപ്പിൽ വേറൊരാളുടെ പേരിൽ കണ്ടല്ലോ ലോബ ഈ കവിത, അത് ലോബയുടെ കവിതയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ആ പേജ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, മനോരമയുടെ പേജ്. കാരണം ഇത് കോപ്പി പേസ്റ്റ് എൻ്റെ എന്നല്ല, ഇത് എല്ലാ കവികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ട്, ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ആർക്കും സ്വന്തം പേരിൽ ഇടുന്ന, അങ്ങനെ ചെയ്യുന്ന എല്ലാവരും ചെയ്യുമെന്നല്ല, ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതും ഈ വിസിബിൾ ആവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആൾക്കാർ, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളുമുണ്ട്. പിന്നെ ഈ ChatGPT പോലെയുള്ള സംഭവങ്ങൾ, നമ്മൾ ഏത് വിഷയത്തിനെ കുറിച്ചൊരു കവിത എഴുതി തരാൻ പറഞ്ഞാലും 10 കവിത ഇങ്ങോട്ട് എഴുതി തരും. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് പ്രസക്തി? നമ്മൾ ആ ChatGPT അതിജീവിക്കണം എന്നുള്ളതാണ്. അതിനെഴുതാൻ പറ്റാത്തതുപോലെ നമ്മൾ എഴുതണം. അത് നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയും, അപ്പം നമുക്ക് അവിടെ ഈ വൃത്തത്തിൽ എഴുതാൻ പറ്റുന്നതിനൊരു പ്രസക്തിയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ChatGPT വൃത്തത്തിൽ എഴുതാറുണ്ടോ? അറിയില്ല. ഇംഗ്ലീഷിൽ അല്ല, മലയാളത്തിൽ. അപ്പോൾ എല്ലാവരും നമ്മൾ വൃത്തത്തിൽ എഴുതണം എന്നല്ല, ഇടയ്ക്ക് നമ്മുടെ മാധ്യമം, അത് നമുക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അങ്ങനെയും കൂടെ മാറ്റി ChatGPTയെ നമുക്ക് അതിജീവിക്കാൻ പറ്റും കുറച്ചൊക്കെ. അല്ലെങ്കിൽ അതൊരിക്കലും അതിന് എഴുതാൻ, കാരണം അതിനൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഭാഷയാണുള്ളത്. ഏത് വിഷയത്തെപ്പറ്റി ചോദിച്ചാലും വൈകാതെ വരും. അപ്പോൾ ഇത് നമ്മുടെ തന്നെ കണ്ടെത്തലായതുകൊണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയേ കഴിയൂ. അതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാലേ നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് കവിത വായിക്കപ്പെടുന്നത്, ഞാൻ രാമേട്ടൻ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എഴുതുന്ന ഒരു കവിതയുടെ വരി ചിലപ്പോൾ ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വളരെ നല്ല സെൻസിബിലിറ്റി ഉള്ള ഒരു വായനക്കാരന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അത് നമ്മളെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും കവിതയെപ്പറ്റി ബോധേഡാവുമോ? ഫുട് നോട്ടുകൾ ഇപ്പം തീരെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ കൊടുക്കാം. എപ്പോഴും നമ്മളങ്ങനെ ഒരു ആശങ്കയോടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കവിത എങ്ങനെ വേണമെങ്കിലും വായിക്കപ്പെടട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കപ്പെട്ടാൽ മതി എന്നാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ, പക്ഷെ അത് ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടം. ഈ ഒരു കാര്യം ഞാൻ കാണപ്പെടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാണപ്പെടലിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള ആളാണ്. കാണപ്പെടുക എന്ന് പറഞ്ഞത് പ്രധാനം തന്നെയാണ്. പക്ഷേ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാണപ്പെടൽ? ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം കാണപ്പെടൽ എന്ന് പറയുന്നത്, ശരിയായ കാണപ്പെടൽ എന്ന് പറയുന്നത് വായിക്കപ്പെടലാണ്. അവിടെയാണ് ക്ലാരിഫിക്കേഷൻ. കാണപ്പെടൽ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫിസിക്കലായിട്ട് അയാൾ കാണപ്പെടലല്ല പ്രധാനം, അയാൾ വായിക്കപ്പെടലാണ് യഥാർത്ഥ കാണപ്പെടൽ. അപ്പോൾ എന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടു എന്നുള്ളതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ എപ്പോഴാണ് കാണുക? എൻ്റെ പുസ്തകം വായിക്കുമ്പോഴാണ്, അല്ലേ?
എന്നെ നിങ്ങളിവിടെ ഇരുന്ന് കണ്ടു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ കാണപ്പെടൽ, അയാളുടെ ദൃശ്യത എന്ന് പറയുന്നത്, അയാളുടെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ കൃതിയുടെ വായനയിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം. കാണപ്പെടലിന് തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, വിസിബിലിറ്റി പ്രധാനം തന്നെയാണ് അല്ലേ? അങ്ങനെ കൂടി ഞാൻ പറയുമ്പോൾ അത് അത്ര ആലോചിച്ചില്ല, അതുകൊണ്ടാണ് ക്ലാരിഫിക്കേഷൻ വേണം തോന്നിയത്. കാണപ്പെടൽ വളരെ പ്രധാനമാണ്. കാരണം ഇരുട്ടിൽ കഴിയുന്ന വിഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ദൃശ്യത കിട്ടുക പറയുന്നത് പ്രധാനം തന്നെയാണ്. ആ ദൃശ്യത പ്രധാനമാണ്. പക്ഷേ കവിതയെക്കുറിച്ച് പറയുമ്പോൾ, സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. അവിടെ ദൃശ്യത എന്ത് എന്നുള്ളത് നമ്മൾ പുനർനിർവചിക്കേണ്ടിയിരിക്കുന്നു. ദൃശ്യത എന്ന് പറയുന്നത് അയാൾ ഫിസിക്കലായിട്ട് കാണപ്പെടുക എന്നുള്ളതല്ല, അയാളുടെ കൃതിയുടെ വായന തന്നെയാണ്. ആ ഒരു അർത്ഥത്തിൽ ദൃശ്യത ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. നേരത്തെ രാമൻ പറഞ്ഞല്ലോ, ഈ ഇടശ്ശേരിയോ അല്ലെങ്കിൽ വൈലോപ്പിള്ളിയോ ഇപ്പോഴത്തെ ഒരു കവിയുടെ കവിത വായിച്ചാൽ അന്തം വിട്ടു പോവും, അല്ലെങ്കിൽ ഇത് നല്ലൊരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴേ അതിൻ്റെ പ്രശ്നം കവിത എന്താണ് എന്ന് നിർവചിക്കുന്നിടത്തുള്ളൊരു പ്രശ്നമാണോ എന്നാണ്. അതായത് ഇടശ്ശേരി കൺവിൻസ് ചെയ്ത പോലെയല്ല, വൈലോപ്പിള്ളി കൺവിൻസ് ചെയ്ത പോലെയല്ല, കവിത അതിൻ്റെ നിർവചനത്തിൽ തന്നെ മാറിയിട്ടുണ്ട്. എന്താണ് കവിത എന്ന രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതായത് ഈ മാറ്റം ഘടനാപരമല്ല, അതിൻ്റെ ആന്തരികമാണ്, ദർശനപരമാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് കവിത എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? ഒരു മായച്ചോദ്യമാണ് സത്യത്തിൽ, അല്ലേ? ഒരു മായച്ചോദ്യമാണത്. പക്ഷേ കവി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കേണ്ട, തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്താണ് കവിത എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ഓരോ കാലത്തും എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പേഴ്സണലായിട്ട് ഞാൻ സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണത്. എന്താണ് എഴുത്ത്? എനിക്ക് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്നെ തന്നെ അഴിച്ച് പണിയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കവിത എന്നാണ്. എനിക്ക് തോന്നുന്നു കവിതയെ കാലം കടത്തിവിടുന്ന രണ്ട് ഘടകങ്ങളായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്, ഒന്ന് ഭാഷയാണ്, രണ്ട് നോട്ടനിലയാണ്. പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞൂടെ അല്ലേ? നോട്ടനില. ഒരു കവിക്ക് ഇപ്പോൾ ഒരു ക്യാമറ വയ്ക്കുന്ന പോലെ, ഒരു ക്യാമറ വയ്ക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതേപോലെ കവിയുടെ ഉള്ളിൽ കവിയുടേതായ ഒരു നോട്ടനിലയുണ്ട്. ആ നോട്ടനില, ഇപ്പോൾ എടശ്ശേരിയുടെ ഒരു നോട്ടനില എടശ്ശേരിക്ക് ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ സ്വന്തമായൊരു നോട്ടനില ഉണ്ടാവുക. ആ നോട്ടനിലയെ ഉറപ്പിക്കാൻ പറ്റിയ സ്വന്തമായൊരു ഭാഷയും ഉണ്ടാവുക. കവിത ഒന്നാമതായിട്ടൊരു ഭാഷാനുഭവമാണ്, ആശയാനുഭവം അല്ല. അതുകൊണ്ട് ഭാഷയ്ക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. കവിത ഭാഷയോടുകൂടി നമ്മുടെ കൂടെ വരുന്ന ഒന്നാണ്. അല്ലാതെ കവിതയിൽ നിന്ന് ഭാഷ മാറ്റി കവിത മാത്രമായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കവിത ഒരു ഭാഷാനുഭവമാണ്. അപ്പോൾ സ്വന്തമായൊരു നോട്ടനിലയും ആ നോട്ടനിലയെ ഉറപ്പിക്കാൻ പറ്റിയ ഉതകുന്ന ഒരു ഭാഷയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കവി കാലത്തെ കടന്നു നിൽക്കും. അതുകൊണ്ടാണ് ഈ ഏത് കാലവും ഒരു പൊതു കാവ്യഭാഷ ഉണ്ടാക്കുന്നുണ്ട്. ആ പൊതു കാവ്യഭാഷയിൽ എഴുതാനാണ് പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പോൾ ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഷയുണ്ട്, ഒരു രീതിയുണ്ട്, എഴുത്ത് രീതിയുണ്ട്. എല്ലാവരും അത് വെച്ചെങ്ങനെ കാച്ചാണ്. പക്ഷേ അങ്ങനത്തെ കവിത നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ആ ബോധ്യം വരുന്നത് ഇങ്ങനെ പഴയ മലയാള കവിത വായിക്കുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അവിടെ സ്വന്തമായിട്ടുള്ളൊരു നോട്ടപ്പാടില്ല, ഒരു നോട്ടനില ഇല്ല. കാരണം ആ നോട്ടനില എല്ലാവരുടേതുമാണ്, അത് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഭാഷയും എല്ലാവരുടേതുമാണ്. അപ്പോൾ അങ്ങനത്തെ കവിത നിൽക്കില്ല. മറിച്ച് പൊതുവായ ഓരോ കാലവും തരുന്ന പൊതു കാവ്യഭാഷയെയും പൊതു നോട്ടനിലയെയും ബ്രേക്ക് ചെയ്ത് മുറിച്ചു പോകുന്ന കവികളുടെ എഴുത്താണ് കാലത്തെ കടന്നു നിൽക്കുക. കാരണം അവർക്ക് തനതായ ഒരു നോട്ടനിലയും തനതായ ആ നോട്ടനില ഉറപ്പിക്കാൻ പോകുന്ന തനതായ ഒരു ഭാഷയും ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളാണ് കവിതയെ കാലാതിവൃത്തിയാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗദ്യാണെങ്കിലും അത്
ഇപ്പം മാഷ് തുടക്കത്തിൽ പറഞ്ഞു വായിച്ചാൽ മനസ്സിലാവുക എന്ന് പറയുന്ന ഒരു സാധനം ആണോ, അല്ലെങ്കിൽ ആ നിലയിൽ മാത്രം നമുക്ക് കവിതയുടെ ഒരു മാനദണ്ഡം എടുക്കാൻ പറ്റും? അപ്പം കുഞ്ഞിരാമൻ നായർക്ക് പുതിയ കാലത്തെ കവികളെ വായിച്ചാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതൊരു മാനദണ്ഡമായിട്ട് പറയാൻ പറ്റില്ല, കവിതയുടെ മാറ്റത്തിൻ്റെ മാനദണ്ഡമായിട്ട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ നേരെ തിരിച്ച് മാഷിപ്പോൾ പറഞ്ഞ ജലപ്പറമ്പ് നമ്പൂരിയൊക്കെ പുതിയ കാലത്തെ കവികൾക്ക് എത്ര വായിച്ചാൽ മനസ്സിലാവും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരും. അല്ലെങ്കിൽ ഇപ്പം ഫിക്ഷനെയാണ് മാഷ് അതിൽ മറ്റൊരു അർത്ഥത്തിൽ നിർത്തി, രണ്ട് കവികളായതുകൊണ്ട് ഫിക്ഷൻ്റെ പക്ഷത്തു നിന്ന് കൂടി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഖസാക്ക് എഴുതിയ കാലത്ത് ഖസാക്ക് എല്ലാവർക്കും സ്വീകാര്യമായൊരു നോവലായിരുന്നില്ല. പുതിയ കാലത്ത് അത്തരത്തിലുള്ള എഴുത്തുകൾ വരുന്നുണ്ട്. എനിക്ക് അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പം ഉറൂബിനൊരു പക്ഷേ പുതിയ കാലത്തെ ഒരു കഥ വായിച്ചാൽ, അല്ലെങ്കിൽ മാവോയിസ്റ്റ് വായിച്ചാൽ അത് മനസ്സിലാവുമോ എന്നുള്ളത് ഉറൂബ് വായിച്ചിട്ട് തന്നെ പറയേണ്ട ഒരു ഉത്തരമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വൃത്തത്തിലെ കവിതയ്ക്ക് സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്നതിൽ ഇപ്പം ഷീജാവക്കത്തിൻ്റെ കവിത ഊരുക്കു പൊങ്കലാം കണ്ണേ, അത് ആളുകൾ കാര്യമായി ആഘോഷിക്കപ്പെട്ടിട്ടുള്ളൊരു കവിതയായിട്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെയും അല്ലാതെയും അത് ആഘോഷിക്കപ്പെട്ടിട്ടുള്ള, ചൊല്ലിയിട്ടും അല്ലാതെയൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ്. അപ്പം അത് സ്വീകാര്യതയുടെ ഒരു വിഷയമാണോ എന്നുള്ളതാണ്. പിന്നെ ലോപ ടീച്ചർ പറഞ്ഞൊരു കാര്യത്തോട്, ഈ മൂളൽ എന്ന പദത്തെ മുൻനിർത്തിയിട്ട് അതിന് പകരം തീണ്ടൽ എന്നുള്ളൊരു പദം വെച്ചപ്പോൾ അത് സൂക്ഷ്മമായി എന്ന് തോന്നിയൊരു തോന്നലിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം തീണ്ടൽ എന്നുള്ള പദത്തിന് വേറൊരു വ്യവഹാരത്തിൽ മറ്റൊരർത്ഥം നിലനിൽക്കുന്നുണ്ട്. വിഷം തീണ്ടുക എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ എടുക്കുന്നുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ഒരു അർത്ഥം കൂടി അതിന് കിടക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടി ഇത് അന്വേഷിച്ച് പോവുകയാണ് എങ്കിൽ ആ കുട്ടി ഡിക്ഷണറിയിൽ നിന്ന് ഏതർത്ഥം ഇതിലെടുക്കുമെന്നുള്ളത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ്. അത് നമ്മൾ കോണ്ടെക്സ്ച്വലായിട്ട് അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ സെൻസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. ആണ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് മൂളൽ അങ്ങനെയാണെങ്കിൽ മൂളലിനും ആ അർത്ഥമുണ്ട്. ഓർമ്മിക്കുക, ഓർമ്മിച്ചിട്ടാണല്ലോ നമ്മൾ മൂള്. പ്രണയം ഒരു ഓർമ്മ എന്നുള്ള അർത്ഥത്തിൽ കൂടി അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മതയെക്കുറിച്ചുള്ളൊരു ചർച്ചയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ മാഷ് പറഞ്ഞ വായന നിർബന്ധിതമാണ് എന്നുള്ളൊരു സാധനം, എനിക്ക് തോന്നുന്നു വായന കുറേ കൂടി സെലക്റ്റീവ് ആവില്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. അതായത് ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുമ്പം പല്ലിന് വേറെ എല്ലിന് വേറെ എന്നുള്ള പോലെ തന്നെ വായനക്കാരനല്ലേ ഒരു കവിതയെ പൂരിപ്പിക്കുന്നത്. ഇപ്പം ജമീൽ മാഷ് പറഞ്ഞ കവിതയുടെ ഒരു നിർവചനം എന്ത് എന്ന് ചോദിച്ചാൽ അതിനെ നിർവചിക്കുന്ന വായനക്കാരൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു രാമാഷ് ഒരു കവിത മകൾ നട്ട നെല്ലി, ഞാനൊരു 8 വർഷം മുമ്പ് PG വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തോ മറ്റോ ആണ് മാഷ് മലയാള യൂണിവേഴ്സിറ്റിയിൽ ആ കവിത ചൊല്ലിയിട്ട് കേൾക്കുന്നത്. അത് ഒരുപാട് കാലം പിന്നെ ഇപ്പോഴും എനിക്കത് ബൈഹാർട്ടായി നിൽക്കുന്നൊരു കവിതയാണ്. അപ്പം വായനക്കാരൻ കൂടി ചേർന്ന് പൂരിപ്പിക്കുന്നതല്ലേ, ഈ നോട്ടപ്പാടിൽ മാത്രം നിൽക്കുന്നതാണോ കവിത എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ഫിക്ഷനുമായി കമ്പയർ ചെയ്ത് പറഞ്ഞൊരു കാര്യം, കവിത ചലനാത്മകമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു കുസൃതി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് ഇപ്പോൾ കുഞ്ഞിരാമൻ നായർക്ക് CP രമേശിൻ്റെ കവിത മനസ്സിലാവില്ല എന്നുള്ളത് കവിതയുടെ ഒരു ഗുണം ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും. പക്ഷേ കവിത മാറിയിട്ടുണ്ട്. കവിതയുടെ രൂപഘടനയിൽ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ സത്തയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. അതാണ് നമുക്ക് ഇഷ്ടമാവണമെന്നൊന്നുമില്ല, ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കവിത മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അത്രത്തോളം മാറ്റം ഫിക്ഷൻ്റെ രൂപഘടനയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ടാണ് ഉറൂബിൻ്റെ കാര്യം അവിടെ പറഞ്ഞത്. അതിൻ്റെ ആ ബേസിക് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ചേഞ്ചുകൾ, എന്നാൽ കവിതയിൽ മാറാതെ നിൽക്കുന്ന പലതുമുണ്ട്. ഇപ്പോൾ വൃത്തം തീർച്ചയായിട്ടും ഇപ്പോഴും ഉപയോഗിക്കുന്ന, വളരെ പിന്നിലേക്ക് പോയിട്ടൊക്കെ വൃത്തം ഉപയോഗിക്കുന്ന കവികൾ വരെ ഉണ്ട് അല്ലേ. വളരെ പിന്നിലേക്ക് പോയിട്ട് ഏത് കാലത്തെ കവിതയാണെന്ന് നമുക്ക് സംശയം തോന്നും. അങ്ങനെയൊക്കെ വൃത്തം ഉപയോഗിക്കുന്ന കവികളും ഇപ്പോഴും ഉണ്ട്, മാറാതെ നിൽക്കുന്ന ഘടകങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും. ആ ഒരു സെൻസിലാണ് ഞാൻ ഉപയോഗിച്ച്. പിന്നെ കവിയുടെ നോട്ടനിലയെക്കുറിച്ച് പറഞ്ഞത് കവിയുടെ മാത്രം ഒരു ആംഗിളിലാണ്. ആ നോട്ടനിലയെ പൂരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വായനക്കാരൻ തന്നെയാണ്. ആ ഒരു നോട്ടനില ഭാഷയിൽ വെച്ച് തരുന്നു എന്നല്ലാതെ കവിക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. കവി നിസ്സഹായൻ കൂടിയാണ് ഒരു തരത്തിൽ. അത് ഏറ്റെടുക്കുകയും പൂരിപ്പിക്കുകയും ചെയ്യുന്നത് വായനക്കാരൻ തന്നെയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം നല്ല റെഫറൻസാണ്. കൃത്യമായിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസം നല്ല ഒന്നാന്തരം കവിത തന്നെയാണ്.
എനിക്ക് തോന്നുന്നു, എനിക്കെപ്പോഴും തോന്നാറുള്ളത് മലയാള നോവലുകളിൽ തന്നെ എന്താ പറയുക, സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്ഷൻ്റെ പൊതുഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതുകൊണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം പോലൊരു നോവൽ നമുക്ക് ഇന്നും പ്രധാനം തന്നെയാണ്, ഇന്നും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു നോവലാണ്. അത് കവിത തന്നെയാണ് ആയിട്ടാണ് ഞാൻ അത് വായിച്ചിട്ടുള്ളത്, ഒരു കവിതയായിട്ട് തന്നെ. കാരണം ഖസാക്കിൻ്റെ ഇതിഹാസം ഭാഷാനുഭവമാണ്, ബേസിക്കലി അതൊരു ലിംഗ്വിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. അതെ, അങ്ങനെ ചില നോവലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കോവിലൻ്റെ തോറ്റങ്ങൾ എന്നുള്ള നോവൽ, കോവിലൻ്റെ പൊതുവെ എല്ലാ നോവലുകളും, തോറ്റങ്ങൾ വിശേഷിച്ചും, തട്ടകവും അതെ, ലിംഗ്വിസ്റ്റിക് എക്സ്പീരിയൻസാണ്, ഭാഷാനുഭവമാണ്. കവിതകൾ പോലെ തന്നെ ഭാഷാനുഭവമാണ്. അല്ലെങ്കിൽ ബഷീറിൻ്റെ ചില നോവലുകൾ ഭാഷാനുഭവമാണ്, CV രാമൻപിള്ള തീർച്ചയായിട്ടും ഭാഷാനുഭവമാണ്. അതൊക്കെ കവിതയോട് വളരെ ചേർന്ന് നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ പൊതുവേ നമ്മുടെ നോവലിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഭാഷാനുഭവത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. കഥ പറച്ചിലിൻ്റെ ഒഴുക്കിനാണ് അവിടെ പ്രധാനം എന്നാണ് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം. പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. നമസ്കാരം, രാമമാഷിനോടാണ്. നമ്മൾ പറഞ്ഞു രൂപപരമായിട്ടുള്ള കുറേ സവിശേഷതകളിലൂടെ പുതിയ കാവ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കവിതാ രൂപങ്ങളൊക്കെ ആണ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപക്ഷെ അടയാളപ്പെടുത്താതെ പോയ ഭൂതകാലങ്ങളെ കൂടി കവിത കണ്ടെടുക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം. അത് കൃത്യമായ രീതിയിൽ മാഷൊക്കെ ചെയ്യുന്നുണ്ട്. മലയാള കവിത എന്നതിൽ നിന്ന് മാറിയിട്ട് കേരളീയമായ കവിത എന്നതിലേക്ക് ഒരു മാറ്റത്തെ മാഷ് അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം. കാരണം ഇപ്പോൾ ദളിത് ജീവിതങ്ങളെ അല്ലെങ്കിൽ ആദിവാസി ജീവിതങ്ങളൊക്കെ അതിൻ്റെ ആ കാവ്യത്തിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾക്കപ്പുറത്തേക്ക് അതിൻ്റെ ഭാഷാപരമായ സവിശേഷതകളൊക്കെ കാലത്തിലേക്ക് അടയാളപ്പെടുത്തേണ്ടതില്ലേ എന്ന് തോന്നുന്നു. ആ ശ്രമം നടക്കുന്നുണ്ട്, അതും പ്രാധാന്യമുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യം. പിന്നെ മറ്റൊന്ന് ചരിത്രവും അതുപോലെ തന്നെയല്ലേ എന്നുള്ളൊരു കാര്യം. കാരണം മാഷിൻ്റെ കവിതകളിലാണെങ്കിലും അർദ്ധരാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ദൂരെ നിന്ന് പോകുന്ന ആ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അത് പഴയ കാലത്ത് കുറേ പേരുമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുന്ന ഒരു മരിച്ച കുറേ മനുഷ്യരുടെ യാത്രയായിട്ട് മാഷിനെ ഉറക്കം കെടുത്തുന്നൊരു ഓർമ്മയായി കാണാറുണ്ട്. അപ്പോൾ ചരിത്രവും നമ്മുടെ കവിതകളിൽ അടയാളപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം. മലയാള കവിതയുടെ എക്സ്പാൻഷൻ, ആ ഒരു പൊതുമണ്ഡലം എന്നുള്ള നിലയിൽ വികാസത്തിൻ്റെ എനിക്ക് തോന്നുന്നു സമീപകാലത്തെ ഒരു വലിയ കൂട്ടിച്ചേർക്കലാണ് ഗോത്രഭാഷകളിലെ എഴുത്ത്. മലയാള കവിത കേരള കവിതയായിട്ട് വികസിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളം മാത്രമല്ല മലയാളം എന്നുള്ളൊരു വിവേകത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരുപാട് ഭാഷകൾ, ആദിവാസി ഗോത്രഭാഷകൾ, ട്രൈബൽ ലാംഗ്വേജസ് കേരളത്തിലുണ്ട്. ഏതാണ്ട് 35ഓളം ഭാഷകളുണ്ട് കേരളത്തിൽ. അതിൽ ഇന്ന് 15ഓളം ഭാഷകളിൽ മലയാള ലിപിയിലാണെങ്കിൽ പോലും 15ഓളം ആദിവാസി ഭാഷകളിൽ ഇപ്പോൾ എഴുത്ത് നടക്കുന്നുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, സ്വയം അറിയാതെ ലോക കവിതയെ അഭിമുഖീകരിക്കുന്നു മലയാള കവിത എന്ന് ചില ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു. ചേലപ്പറമ്പ് നമ്പൂതിരിയെ വെച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ അടുത്ത കാലത്തൊരു ഉദാഹരണമാണ് നമ്മുടെ ഗോത്ര കവിത, ട്രൈബൽ പോയട്രി. മലയാളത്തിലെ ട്രൈബൽ പോയട്രി അടുത്ത കാലത്തെ ലോക കവിതയുമായി മുഖാമുഖം നിൽക്കുന്നതിൻ്റെ സമീപകാലത്തെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത്. ലോകഭാഷകളിലൊക്കെ ഇന്ന് ലോക കവിതയിൽ സംഭവിക്കുന്ന, ഇന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 25 കൊല്ലത്തിൻ്റെ ഇടയിൽ ലോക കവിതയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട മാറ്റം വേറൊന്നുമില്ല, കുറേ പുതിയ ഭാഷകളിൽ, മുമ്പ് കേൾക്കാത്ത ഭാഷകളിൽ ഇന്ന് കവിത സജീവമാണ് ലോകത്തെമ്പാടും. ഇന്ന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്പെയിൻ പോലൊരു രാജ്യത്ത് സ്പാനിഷ് അല്ല ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഭാഷ, മറിച്ച് ബാസ്ക്കാണ്. ബാസ്ക് ഭാഷയിലെ എഴുത്താണ്, അല്ലെങ്കിൽ കറ്റാലൻ. ഇന്ന് സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കവികളൊക്കെ ബാസ്ക് കവികളും കറ്റാലൻ കവികളുമാണ്. അതേപോലെ യൂറോപ്പിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഷ ഇന്ന് സാമി എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. സാമി, ഒരു മലയാളി സാമിയെ നമുക്ക് ഓർമ്മ വരും അല്ലേ? എന്താണ്, വാൽക്കീപ്പ എന്ന് പേരുള്ളൊരു കവിയുണ്ട്, ലോകപ്രശസ്തനായ ഒരു കവിയുണ്ട് ആ ഭാഷയിൽ. അതൊരു ട്രൈബൽ ലാംഗ്വേജാണ്. വടക്കൻ ടണ്ട്ര പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി ഭാഷയാണ്. നോർവേ, ഫിൻലാൻഡ് ആ പ്രദേശത്തെ ഭാഷയാണ് സാമി.
ആ സാമി ഭാഷയിലാണ് ഇന്ന് യൂറോപ്പിൽ ഏറ്റവും പുതിയ കവികൾ പലരും എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രൈബൽ ലാംഗ്വേജസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും അറിയാതെയാണ് മലയാളത്തിൽ ഒരു കൂട്ടം കവികൾ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മുടെ അശോകൻ മറയൂരോ സുകുമാരൻ ചാലികദ്ദയോ സാമി ഭാഷയിൽ ഒരാൾ എഴുതുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മയാക്കീഷയിൽ ഇരുന്ന് ലാറ്റിൻ അമേരിക്കയിൽ ഒരു കവി എഴുതുന്നുണ്ടെന്നോ അറിഞ്ഞിട്ടല്ല എഴുതുന്നത്. അവരറിയാതെ തന്നെ ലോക കവിതയിൽ ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളോട് അവരറിയാതെ തന്നെ ചേർന്ന് നിൽക്കുകയാണ്. ട്രൈബൽ പോയട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല മലയാള കവിതയുടെ മുറിഞ്ഞുപോയ കുറേ വേരുകൾ നമുക്ക് ട്രൈബൽ പോയട്രിക്ക് സംഘകാലത്തോളം പാരമ്പര്യമുണ്ട്. നമുക്ക് ഏതോ ഒരു ഘട്ടത്തിൽ സംസ്കൃതവൽക്കരണം കൊണ്ട് സംഭവിച്ചു പോയ ആര്യനൈസേഷൻ കൊണ്ട് സംഭവിച്ചു പോയ ഒരു മുറിവുണ്ട്. ആ മുറിവിനെ ഒന്ന് കൂട്ടി വിളക്കാൻ പോകുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഗോത്രകവിത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്രം ഇതിനകത്ത് കലർന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഗോത്രകവിത വായിക്കുമ്പോൾ ഗോത്ര സംസ്കാരം, ആദിവാസി സംസ്കാരം, കേരളത്തിൻ്റെ പഴമ, ചരിത്രം, അതൊന്നൊക്കെ നമുക്ക് പലതും കണ്ടെടുക്കാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇന്ന് വരെ കവിതയിൽ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്നത്തെ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. മണിപ്രവാള കവിത മാത്രമല്ല, ആദിവാസി കവിതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂളാണ്. ഒരു പുതിയ ഇനി വരുന്നൊരു കവിക്ക്, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരായ കവികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ നമ്മുടെ കവിതയിൽ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എഴുത്തിന് ഉപജീവിക്കാൻ പോന്ന ഒരു ഉപകരണമാണ്. അത് ആദിവാസി എഴുത്താണെങ്കിൽ അതെ, മണിപ്രവാള കവിതയാണെങ്കിലും അതെ, ഒരുപോലെ. രാമൻ നേരത്തെ പറഞ്ഞ മലയാളമല്ല കേരളം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞല്ലോ. അതുമായി ചേർത്ത് വായിക്കാൻ തോന്നുന്നൊരു കാര്യം, 70 കൊല്ലം മുമ്പ് മലയാളത്തിൽ ഇതാദ്യം പറയുന്ന ഇടശ്ശേരിയാണ്. കറുത്ത ചെട്ടിച്ചികൾ എന്നുള്ള കവിത. ഇന്നും ആളുകൾ ആ കവിത തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ഐക്യ കേരളത്തിനെതിരായ കവിതയാണ്. വിശാല കേരളം വേണമെന്നും തെക്കൻ തമിഴ്നാട്ടിനെ കൂടി കേരളത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഈ തമിഴിനെ പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു കേരളത്തോട് എനിക്ക് യോജിപ്പില്ല എന്നുമാണ് ഇടശ്ശേരി പറഞ്ഞത്. അപ്പോൾ ഒരു കാലത്തെ കവിത മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രയെ വലിയ പ്രബലമായ ശബ്ദങ്ങൾക്കിടയിൽ പിൽക്കാലം തിരിച്ചറിയണം എന്നില്ല, അല്ലേ? ഇപ്പോൾ രാമനെ ഒരു 10-70 കൊല്ലം കഴിഞ്ഞ് ആളുകൾ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ള തലമുറ വായിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജമീലിൻ്റെ ചോദ്യവുമായി ചേർത്ത് പറയാനുള്ള, കവിത അങ്ങനെ തുടർച്ചയായി പൂരിപ്പിക്കപ്പെടുന്ന ഒരു ഭാഷാ കേളിയാണെന്ന് തോന്നുന്നു. എല്ലാ കാലവും ചേർന്ന് പൂരിപ്പിക്കും. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ അന്ന് വായിച്ചതുപോലെയല്ലല്ലോ നമ്മൾ വായിക്കുന്നത്, ആശാനെ അന്ന് വായിച്ചതുപോലെയല്ല നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ അർത്ഥം നീട്ടി വയ്ക്കുന്നു എന്നുള്ളത് ഡീകൺസ്ട്രക്ഷൻ സംബന്ധിച്ച് മാത്രമല്ല, കവിതയെ സംബന്ധിച്ചും വളരെ പ്രധാനമായ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കവിതയുടെ ജനകീയതയുടെ ഒരു അടിസ്ഥാനം എന്താണ് എന്നുള്ള ഒരു അന്വേഷണം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കവിതയുടെ ജനകീയത എന്ന് പറയുന്നത് തലമുറകൾ വായിച്ചുണ്ടാവുന്ന ജനകീയതയാണ് കവിതയുടെ ജനകീയത. ഒരുപക്ഷെ അവിടെയാണ് ഞാൻ ഫിക്ഷനുമായിട്ടുള്ളൊരു വ്യത്യാസം പറയുന്നത്. ഫിക്ഷൻ്റെ ജനകീയത അങ്ങനെയല്ല, അത് കാട്ടുതീ മാതിരിയെ ടക്കേന്ന് പടർന്നു പിടിക്കുന്ന ഒരു ജനകീയതയാണ്. കവിതയുടെ ജനകീയത ജനറേഷൻസ് വായിച്ച് അത് മെല്ലെ ആയിരിക്കും, പതുക്കെ ആയിരിക്കും. അത് ഇപ്പോൾ ആദ്യത്തെ ഒരു തലമുറയിൽ വളരെ കുറച്ച് പേരെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അശോകൻ മറയൂർ പറയാറുണ്ട്, അവനാണ് ആദ്യം ഈ മുതുവാൻ ഭാഷയിൽ എഴുതാൻ തുടങ്ങിയപ്പോഴേ അവനുണ്ടായ വലിയൊരു ആലോചിച്ച് നോക്കും, വലിയൊരു പ്രശ്നമാണത്. എൻ്റെ ഭാഷയിൽ ഞാൻ എഴുതിയ ആരാ വായിക്കുക എന്നാണ് അവൻ ചോദിച്ചത്. കാരണം ആ ഭാഷയിൽ വായിക്കുന്ന ആരുമില്ല. ആ ഭാഷ സംസാരിക്കുന്നവർ പോലും സ്കൂളിൽ പഠിക്കുന്ന മലയാളമാണ്. മുതുവാൻ ഭാഷയിൽ എഴുതിയാൽ വായിക്കില്ല. വായിക്കാൻ ഒരാളും മുന്നിലില്ലാതെയാണ് അയാൾ എഴുതുന്നത്. അടുത്തൊരു തലമുറയിൽ ചിലപ്പോൾ 10 ആളധികം വായിച്ചേക്കും. അപ്പോൾ കവിതയുടെ ഒരു വായന നടക്കുന്നത് തലമുറകൾ താണ്ടിയാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വന്നാണ് ഇന്നത്തെ ഇടശ്ശേരിയും ഒക്കെ ഉണ്ടായത്. അങ്ങനെയല്ലാത്ത അപൂർവം ചില കവികൾ ഉണ്ടാവാം. ചങ്ങമ്പുഴ ഒരു അപൂർവം കവിയാണ് ആ നിലയ്ക്ക്. അത് വേറെ പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സാമൂഹ്യ കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ വള്ളത്തോൾ അന്ന് വായിക്കപ്പെട്ടിടത്തോളം ഇന്ന് വായിക്കപ്പെടുന്നില്ല
അതിനൊരു പക്ഷേ കാരണം അന്നത്തെ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് കൂടിയാവാം വള്ളത്തോളിൻ്റെ അന്നത്തെ വായന. പക്ഷെ മിക്കവാറും നല്ല കവികളുടെയൊക്കെ, മികച്ച കവികളുടെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ ഇടശ്ശേരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആശാനായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് അന്ന് എങ്ങനെയാണ്, അന്നത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ തലമുറയല്ല, പിന്നീട് വായിക്കുന്ന തലമുറകളാണ് ആ കവിയെ സ്ഥാപിച്ചത്. അങ്ങനെയാണെങ്കിൽ രാമൻ കണ്ടെടുത്ത കവി ആരാണ് സമീപകാലത്ത്? രാമൻ കണ്ടെടുത്ത കവി ആരാണ് സമീപകാലത്ത്? ഒരുപാട് കവികളുണ്ട്. ഞാൻ എൻ്റെ വായനയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ധാരാളം പഴയ കവികളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സുധാകരൻ തേലക്കാട്, നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് കൂടി പെട്ടെന്ന് ഓർമ്മിച്ച് പറയുകയാണ്. സുധാകരൻ തേലക്കാടിൻ്റെ കവിത എനിക്ക് കിട്ടിയ തലമുറ കഴിഞ്ഞ് ഞാൻ വായിക്കുന്ന കവിതയാണ്. അല്ലെങ്കിൽ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ കവിത ഞാനിപ്പോഴും വായിക്കുന്നു, വേറൊരു തലമുറയിൽ നിന്നുകൊണ്ട് വായിക്കുന്നു. അല്ല, ആ തലമുറയെ ഇന്ന് നോക്കുമ്പോൾ അതൊരു പഴയ തലമുറയാണെങ്കിലും എനിക്ക് കൂടെ സംവദിക്കാൻ കഴിയുന്നൊരു പ്രതലം ഈ കവിതയ്ക്കകത്തുണ്ടല്ലോ എന്ന് തോന്നിയ കവി ആരാണ്? ഇവരൊക്കെ അതിൽപ്പെട്ട കവികളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേറൊരു കവിയുടെ പേര് പറയാം, ടി.കെ. നാരായണക്കുറുപ്പ്. ടി.കെ. നാരായണക്കുറുപ്പിൻ്റെ കവിത വായിച്ച തേവാടി നാരായണക്കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഗദ്യ കവിതകളാണ്. അദ്ദേഹത്തെ എഴുതുന്നത് 1930-കളിലൊക്കെയാണ്. ഇപ്പോൾ മൺതരിയുടെ മൗനത്തിന് എറുമ്പുകൾ ഭാഷ്യം ചമച്ചു, ഒരു കവിതയാണ്. മൺതരിയുടെ മൗനത്തിന് എറുമ്പുകൾ ഭാഷ്യം ചമയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു മനോഹരമായ ചിത്രം അത്രമാത്രം അതിൻ്റെ പശ്ചാത്തലത്തെ മറച്ചു കളയുന്നു. ഇങ്ങനെയുള്ള കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ വേറെയുണ്ട് ധാരാളം. വീരാൻകുട്ടിയോ പി രാമനോ ഒക്കെ എഴുതിയ ഒരു കവിത പോലെ തോന്നും. ഞാൻ ആദ്യം വായിച്ച അത്ഭുതപ്പെട്ടു. അദ്ദേഹം എഴുതിയത് 1930-കളിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തലമുറയുടെ ഒരു കവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ വേറൊരു കവിയെക്കുറിച്ച് പറയാം, തീർച്ചയായിട്ടും വേറൊരു കവിയെക്കുറിച്ച് പറയാം. ആധുനികതയുടെ കാലത്ത് ജീവിച്ച കവിയാണ്. ടി.ആർ. ശ്രീനിവാസ് എന്നാണ് പേര്. ടി.ആർ. ശ്രീനിവാസ് ആധുനികതയുടെ കാലത്ത് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ ആധുനികർക്ക് മനസ്സിലായതേയില്ല. ആധുനികർക്കിടയിൽ ഒറ്റപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, ആരും അറിയാതെ മരിച്ചുപോയി. പക്ഷേ ശ്രീനിവാസിൻ്റെ കവിത ഇപ്പോൾ വായിക്കുമ്പോണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ പുറത്തെ പുൽക്കൂമ്പുകളിൽ സൂര്യരശ്മികൾ മുട്ടയിടുന്നു എന്നൊക്കെ എഴുതും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകൾ പലതും വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് വേണ്ടി എഴുതിയ കവി പോലെ തോന്നും. ഈ പോസ്റ്റ് മോഡേൺ കാലത്തിന് വേണ്ടി എഴുതിയ ഒരു കവി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യധാര ആഘോഷിക്കാത്തതും താങ്കളുടെ മാത്രം വായന അല്ലെങ്കിൽ താങ്കളുടെ വായന വീണ്ടെടുത്തതുമായ കവിയുണ്ടോ? മുഖ്യധാര ആഘോഷിക്കാത്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിപ്പോൾ മുഖ്യധാര ആഘോഷിക്കാത്തതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ല, ഞാൻ സാഹിത്യ ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽ ആഘോഷിക്കപ്പെടാത്തതും. അങ്ങനെ പറയാൻ ഏറ്റുമാനൂർ സോമദാസനുണ്ട്. മുഖ്യധാര ആഘോഷിച്ചവരുമുണ്ട്. എൻ കക്കാട് പോലെയുള്ള കവികൾ. എൻ്റെ സെൻസിബിലിറ്റിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നുമല്ലോ ചിലരുടെ കവിത വായിക്കുമ്പോൾ. അങ്ങനെ തോന്നുന്ന, നമ്മളെ ആനന്ദിപ്പിക്കുകയും ചിലപ്പോൾ സ്തബ്ധരാക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കവിതകൾ. ഇതൊരു ട്രിക്കി ചോദ്യമാണ്, അതുകൊണ്ട് എനിക്ക് അതല്ല പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, അതാ പറഞ്ഞത്. എഴുതുമ്പോൾ ആരെയെങ്കിലും ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും കവിയെ? എഴുത്ത് മേശയിൽ നമ്മുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും കവി കവിതയിലേക്ക് കയറി വരുന്നതായി തോന്നിയിട്ടുണ്ടോ? അതൊത്തിരി ഉണ്ട്. അതെല്ലാ കവികൾക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അവരെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കവി എന്ന നിലയിൽ സക്സസ്ഫുൾ ആവാൻ നമുക്ക് ഏറ്റവും വേണ്ട ഒരു പാഠം. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. എനിക്ക് തോന്നുന്നു എഴുതി തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ വളരെയധികം ആവേശിച്ചിരുന്നു. ഈ കേക എഴുതുമ്പോൾ എനിക്ക് വൃത്തമൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ, ഒരു വൃത്തം അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനും മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ ഇംഗ്ലീഷാണ് മെയിൻ. പക്ഷേ ഈ വായനയിലൂടെ നമ്മുടെ മനസ്സിലുള്ള ഒരു താളബോധം ഉണ്ടല്ലോ, പല താളങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം, അത് വൃത്തമാണ്. അതൊരു ആന്തരിക താളം, പ്രപഞ്ചത്തെ മുഴുവൻ അണച്ചു പിടിക്കുന്ന ഒരു ആന്തരിക താളം ഉണ്ടല്ലോ. നമ്മളത് വൃത്തസ്ഥിതമാക്കുന്നതാണോ അതോ
അല്ലാതെ പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഒരു ആദിമധ്യാന്തരഹിതരാക്കുന്ന ഒരു സ്വാതന്ത്ര്യവും പാരതന്ത്ര്യവും ഒക്കെ നമുക്ക് കവിത തരുന്നതാണല്ലോ. അപ്പം അങ്ങനെ ആവേശിച്ചിട്ടുള്ള കവിയാണ് എല്ലാ കാലത്തും ജിയെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജിയുടെ കവിതകളൊക്കെ ഒരുപാട് വായിച്ചിരുന്നു അന്നൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പം അതുകൊണ്ട് പലതും കാണാപ്പാടമാണ്. അപ്പോൾ വരുമ്പോൾ അറിയാതെ വാക്കുകളൊക്കെ അങ്ങനെ വരുമായിരുന്നു പലപ്പോഴും എഴുതുമ്പോൾ. പിന്നെ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യണം. അല്ലെങ്കിൽ അതവിടെ നമ്മുടെ കവിത സ്റ്റോപ്പായി പോവും എന്നുള്ളതാണ് നമ്മുടെ. കാരണം ഇവൻ ഒരു കവികൾ പാർക്കുന്ന വീടുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു അവിടെയുണ്ടൊരു ജാലകം എന്ന് പറഞ്ഞ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഈ പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരു കവികൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു കണ്ണാടിയിൽ തന്നെ കാണുന്നത് പോലെ അങ്ങനെ എഴുതിയൊരു കവിതയുണ്ട്. അപ്പം ഇത് ഈ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന് പറഞ്ഞ എലിയറ്റൊക്കെ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ട്രഡീഷനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ മാത്രം ഒരു കവിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പരിചിത പദങ്ങളെ മാക്സിമം ഒഴിവാക്കി ഇതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് ഒരു നമ്മുടെ സ്വന്തമായൊരു സ്വത്വം കണ്ടെത്താൻ ഏത് കവിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിന്ന് ഞാനൊന്നും ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. രാമൻ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇറക്കിവിട്ട കവി ആരാണ്? നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ച കവി, എഴുത്ത് മേശയിൽ നിന്ന് ഇറക്കിവിട്ട കവി, പോയിക്കോളൂ എനിക്ക് സ്വന്തമായിട്ട് എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിരാമൻ നായരാവും. പരിപാടി അവസാനിക്കുന്ന സമയത്ത് നന്ദി വാക്ക് പറയാനായി ജമീൽ അഹമ്മദ് സാറിനെ ക്ഷണിക്കുന്നു. മലയാള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കവിതയെക്കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങൾ പുതിയതല്ല. നമ്മൾ കവിതയുടെ കാർണിവൽ ഈ വർഷവും ഉണ്ടാകും. പഴയതുപോലെ അല്ലെങ്കിൽ അതിലും ഭംഗിയായി അത് നടത്തേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഇത്തരം കവിതാ കാർണിവലുകളുടെയും സാഹിത്യ ഉത്സവങ്ങളുടെയും ചേർച്ചയും ഈ സന്ദർശനവും അയൽപ്പക്ക ബന്ധമൊക്കെ നല്ലതാണെന്ന് ഉള്ളത് കൊണ്ട് കൂടിയാണ് മലയാള വിഭാഗം ഈ ഹോർത്തൂസ് വായന എന്ന സാഹിത്യ ഉത്സവത്തെ നമ്മൾ ഇങ്ങോട്ട് അനുവാദം നൽകിയതും നമ്മുടെ കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തിയതും. ഞങ്ങളുടെ വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ HK സന്തോഷിൻ്റെ ആ ശ്രമത്തെ നന്ദിപൂർവ്വം ആദ്യം ഞാൻ ഇവിടെ പരാമർശിക്കുന്നു. ഇത് ഈ കവിതയുടെ പകൽ രാമനും ലോപയും രണ്ടുപേരും കവിതയിൽ നമുക്ക് ധാരാളം വായിച്ച് പരിചയമുള്ളത് മാത്രമല്ല, കവിതയുടെ കാർണിവലിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ കൂടിയാണ് പി രാമൻ. ലോപ എനിക്ക് NV കൃഷ്ണവാര്യർ കാവ്യ കാലത്ത് തൊട്ടേ പരിചയമുള്ളതാണ്. അപ്പോൾ രണ്ടുപേരെയും ഇത്രയും കൂടുതൽ കേൾക്കാനും നമ്മുടെ കവിതയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും കഴിഞ്ഞതിൽ മലയാള മനോരമയ്ക്കും അതിൻ്റെ അധികൃതർക്കും ഹൃദയം തൊട്ട നന്ദി വ്യക്തിപരമായും മലയാള വിഭാഗത്തിൻ്റെ പേരിലും സമർപ്പിക്കുന്നു. ഈ വേദിയിൽ നമ്മോട് ഇതുവരെ സംസാരിച്ച പി രാമനും ലോപമുദ്രയ്ക്കും നന്ദി പറയുന്നു. നമ്മൾ ഇടപെടുകയും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും കവിതയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുകയും ചെയ്ത സദസ്സിനും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.